രാവിലെ എണീക്കാൻ മടി, അലാറം അടിച്ചാൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് സ്നൂസ് ചെയ്തിട്ട് പക്ഷേ 5 മിനിറ്റ് അരമണിക്കൂറായി മാറുന്നു. ഇങ്ങനെ എത്ര പേർക്ക് ഡെയിലി ഇത് റിപ്പീറ്റ് ആവുന്നുണ്ട്? അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് രാവിലെ എളുപ്പം എണീക്കാനുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് രാവിലെ എണീക്കാൻ ഇത്ര പാട്? അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഗതിയാണോ? ഇതിനെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾക്ക് സ്വയം തോന്നും നമ്മൾ ഇത്രയും ലേസിയാണ്, നമുക്കൊന്നും പറ്റുന്നില്ല, രാവിലെ എണീക്കാൻ വിചാരിച്ചിട്ടും നടക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം നമ്മൾക്ക് പലർക്കും ഉണ്ട്. തോന്നും നമുക്ക്, ഞാൻ എത്ര ദിവസം വിചാരിച്ചിട്ട് രാവിലെ സമയത്ത് എണീക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ഒരു കുറ്റബോധം നമുക്ക് എല്ലാവരിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് നമ്മുടെ ബോഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ തലേ ദിവസം രാത്രിയിൽ എങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങിയത്, എത്ര സമയമായി, നമ്മൾ ഉറങ്ങാൻ എത്ര സമയമെടുത്തു, നമ്മൾ എന്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ആദ്യം തന്നെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമ്മൾ രാവിലെ എണീക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തതിൻ്റെ റീസൺസ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഷോർട്സ്, റീൽസ് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കിടന്നു കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്നതാണ് ആദ്യത്തെ പ്രോബ്ലം. കാരണം നമ്മളുടെ ബോഡി ആ സമയത്ത് ചിലപ്പം കുറച്ച് ക്ഷീണിച്ച് കാണും. പക്ഷെ നമ്മളുടെ മൈൻഡ്, നമ്മൾ ഈ റീൽസൊക്കെ കാണുമ്പം മൈൻഡ് ആക്റ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. മൈൻഡ് ആക്റ്റീവ് ആകുമ്പം നമ്മൾ ഉറങ്ങാൻ കിടന്നാലും കണ്ണടച്ച് കിടന്നാലും പിന്നെ നമുക്ക് ഉറക്കം വരില്ല. അപ്പം നാച്ചുറലി ആ ഉറക്കം വരാതെ ഇപ്പം നമ്മളൊരു 11 മണിക്ക് കിടന്നാലും ചിലപ്പോൾ 2 മണിയാകും നമുക്കൊരു നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് വരാനെങ്കിൽ നമുക്ക് 5 മണിയാകുമ്പോൾ എണീക്കാൻ തോന്നില്ല. നമ്മുടെ ബോഡി എണീക്കുമ്പോഴും നമുക്ക് കണ്ണ് തുറക്കില്ല ശരിക്കും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫോൺ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു 5-10 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് പ്രെയർ ചെയ്യുക. നമ്മൾ ഏത് വിശ്വാസത്തിലുള്ളവരായാലും കുറച്ചൊന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മെലഡി, നല്ല മനസ്സിന് നല്ല സന്തോഷം തരുന്ന പാട്ടുകളുണ്ടല്ലോ, അത് കേൾക്കുക. അല്ലാതെ വെറുതെ ഇൻസ്റ്റാഗ്രാമിലെ റീലും യൂട്യൂബും അതെല്ലാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ ശ്രമിക്കുക. അത് അവോയ്ഡ് ചെയ്യുക, മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. ഞാൻ കാണില്ല എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഒരു അരമണിക്കൂർ മുമ്പ്, ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ലപോലെ ആക്റ്റീവ് ആകുന്ന സമയമാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും. അപ്പോൾ ഈ 2 സമയത്തും നമ്മൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മൾ ഉറങ്ങുമായിരിക്കും, കാണുന്നവർക്ക് നമ്മൾ ഉറങ്ങുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനുള്ളിൽ ഇതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തത്. അപ്പം ഈ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ രാത്രിയിലും ചെയ്യാം. കിടക്കുമ്പോഴും ഒരു 5-10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ സോങ് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല മ്യൂസിക്, മെലഡി മ്യൂസിക്കൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ലിറിക്സ് ഉള്ള മ്യൂസിക് കേൾക്കുക. അതായിരിക്കും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ രാവിലെ 8 മണിക്കും എണീക്കുന്ന ഒരാൾ പെട്ടെന്ന് 5 മണിക്ക് നടക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ഒരു ബോഡിയുടെ ക്ലോക്ക് അങ്ങനെ പെട്ടെന്ന് റീസെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഒരു 8 മണിക്ക് എണീക്കുന്ന ആളുകൾ 7 മണി, 6 മണി, അങ്ങനെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക ടൈം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, രാത്രിയിൽ അത്രയും നേരം നിങ്ങളൊരു 7-8 മണിക്കൂർ സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങളുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ, മൈൻഡിന് റെസ്റ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 8 പറയുമെങ്കിൽ 7 ഉറങ്ങിയിരിക്കണം. അപ്പം ആ ഒരു സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക രാത്രിയിൽ. രാവിലെ അപ്പോൾ അതിനനുസരിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതൊരു പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നത് മൊബൈലായാലും അല്ലെങ്കിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ആണ് വെക്കുന്നതെങ്കിലും നമ്മൾ അതിനെ കുറച്ച് ദൂരത്തിൽ വെക്കുക. കാരണം നമ്മൾ ഈ തലേണയുടെ അടിയിലൊക്കെ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതുണ്ട്, ഇത് അടിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് അമർത്തും. കുറച്ചും കൂടെ കഴിയട്ടെ, 5 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞത് നാച്ചുറൽ നമ്മുടെ കൈ അങ്ങനെ പോകും അതിലേക്ക്. അപ്പോൾ ഒരു കാര്യം, എണീറ്റിട്ട് ഓഫ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ കുറച്ച് ദൂരത്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അത്രയും എണീക്കുമല്ലോ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ ശ്രമിക്കരുത്. പിന്നെ അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എണ്ണ പിന്നെ എണീറ്റേക്കാം, പിന്നെ പ്രാർത്ഥന, അങ്ങനെ എന്തെങ്കിലും മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് ദിവസം നമുക്ക് കോൺഷ്യസ്ലി ചെയ്യേണ്ടി വരും. ഞാനിത് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമുക്ക് സ്വയം പഠിപ്പിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും ഓരോ ദിവസം. കാരണം ഇത് അത്ര ഈസിയുള്ള കാര്യമല്ല. അത് റിപ്പീറ്റഡ്ലി ചെയ്താൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ. നമ്മളെ മനസ്സിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. വേണ്ട, ഇന്ന് എണീക്കണ്ട, ഒരു ദിവസം കഴിക്കും, നാളെ എണീക്കുക, നാളെ മുതൽ സെറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് ഈ റുട്ടീൻ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു വാശി അവനവനിൽ തന്നെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ്, നമ്മളൊരു പർപ്പസ് സെറ്റ് ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടി രാവിലെ എണീക്കുന്നു? ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ് രാവിലെ എണീക്കുന്നത്. ചിലർക്ക് കുട്ടികളെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ സ്വയം ജോലിക്ക് പോകണം, ചിലർ ജിമ്മിൽ പോകാനായിരിക്കും, ചിലർക്ക് പ്രെയർ ചെയ്യാനായിരിക്കും, മെഡിറ്റേഷൻ ചെയ്യണം. ഇങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ രാവിലെ എണീക്കുന്നത്, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ, രാവിലെ 5 മണിക്കോ 6 മണിക്കോ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ നമുക്ക് ആ ഒരു ഗോൾ ഉള്ളപ്പോൾ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ഇത് തന്നെ, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആകും, നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ ഈസി ആകും. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ നേരത്തെ എണീക്കുന്ന റുട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹെൽത്ത് ആയിരിക്കും ഇമ്പ്രൂവ് ആവുന്നത്. നമ്മളുടെ ബോഡി, നമ്മുടെ മൈൻഡ് എല്ലാം കാമാകും. നമ്മുടെ മൈൻഡിനെ കാമാക്കാൻ പറ്റും. ബോഡിയുടെ നമ്മുടെ ഒരു പവർ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ബോഡിയിലെ പല പല രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ രാവിലെ ഒന്ന് എണീറ്റ് നോക്ക്, നിങ്ങൾ കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്കൊരു ഷാർപ്പായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. നമുക്ക് രാവിലത്തെ സമയത്ത് കുറേയും കൂടി നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് പല കാര്യങ്ങളെ ആലോചിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ എണീക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വളരും. നിങ്ങൾക്ക് എന്താ പറയുക, ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരും എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. രാവിലെ ഈ ചെറിയ ചെറിയ പ്രാക്ടീസുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം ഫോളോ ചെയ്യേണ്ടി വരും. 2-3 മാസം കണ്ടിന്യൂസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ ചേഞ്ചസ് വരാൻ തുടങ്ങുമെന്ന് നിങ്ങൾ കാണും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പ്രാവശ്യം നമ്മളുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് ടൈമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ ടൈമിൽ നമ്മുടെ കണ്ണ് തുറന്നിരിക്കും. ഇപ്പം എനിക്കത് അനുഭവമുള്ളതാണ്. ഞാൻ ചെറുപ്പം മുതലേ 4:30-5 മണിക്കാണ് ഞാൻ എണീക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലൊരു ശീലമായിരുന്നു. അതിപ്പോഴും ഞാൻ ഏത് ഹോളിഡേ ആയാലും ഞാൻ പിന്നൊന്ന് കിടക്കുന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഞാനൊരു അലാറം സെറ്റ് ചെയ്യാറില്ല. 4:30 എന്നൊരു സമയമുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് തുറന്നിരിക്കും. അതെങ്ങനെ എന്നല്ല, എപ്പം 4:30 കണ്ണ് തുറന്ന് സമയം നോക്കുന്നോ അത് ആ കറക്റ്റ് 4:30-4:45 ഇടയ്ക്ക് ഒരു സമയമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ എന്താ പറയുക, അനുഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് അത് പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവും. ഞാൻ 4:30 എന്ന് പറയുന്നാൽ ഏത് സമയമാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, രാവിലെ 4:30-യോ 5:00-യോ 6 മണിയോ, അതിനപ്പുറം പോകാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം 6 മണി എന്നുള്ളത് സെറ്റ് ചെയ്യുക. എന്തിനാ ഞാൻ പറഞ്ഞില്ല, ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് എണീക്കുന്നത് എന്നുള്ളൊരു പർപ്പസ് വേണം നമുക്ക്, അത് നിശ്ചയിക്കണം നമ്മൾ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.